ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ടു ഷംസി ഫോർ ടെക്. ഇന്ന് വീണ്ടും ടെക് ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഗൈസ്, അതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ എന്റെ വീഡിയോസ് നിങ്ങൾ ഫുള്ളായിട്ട് കാണാം, സ്കിപ്പ് ഒന്നും ചെയ്യരുത്. പിന്നെ അതേപോലെ തന്നെ ഫുള്ളായിട്ട് ഷെയർ ചെയ്യാം, എല്ലാവർക്കും ഷെയർ ചെയ്യാം. അപ്പൊ ഞാൻ വീഡിയോ അധികം ഞാൻ പറഞ്ഞിട്ട് ദീർഘിപ്പിക്കുന്നില്ല ഗൈസ്. അപ്പൊ എല്ലാവർക്കും വീണ്ടും വെൽക്കം ടു ഷംസി ഫോർ ടെക്. ലെറ്റ്സ് റോൾ. Okay, let's go. ഹലോ ഗായ്സ്, അപ്പൊ നമുക്ക് ടെക് ന്യൂസിലേക്ക് എടുക്കാം. അപ്പൊ ആദ്യത്തെ ടെക് ന്യൂസ് പറയാൻ പോകുന്നത് സ്നാപ്ഡ്രാഗന്റെ സൈഡിൽ നിന്നാണ്. സ്നാപ്ഡ്രാഗൻ ഒരു പുതിയൊരു ചിപ്സെറ്റ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതും ഫ്ലാഗ്ഷിപ്പ് 16 ലെവൽ ഉള്ള ചിപ്സെറ്റ് ആണ്. സ്നാപ്ഡ്രാഗന്റെ 8 ചിപ്സെറ്റ് ആണ് വരാൻ പോകുന്നത്. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതിന്റെ ക്ലോക്കിംഗ് സ്പീഡാണ്. അതായത് ക്ലോക്കിംഗ് സ്പീഡ് 5.3 GHz ക്ലോക്കിംഗ് സ്പീഡിലാണ് സ്നാപ്ഡ്രാഗൺ 8 സെക്കൻഡ് ജനറേഷൻ ചിപ്സെറ്റ് ഇറങ്ങാൻ പോകുന്നത്. LPDDR5X അല്ലെങ്കിൽ LPDDR5T റാം വെച്ചിട്ട് ഇറക്കും, അത് ഉറപ്പാ. ഇതിൽ ഏതെങ്കിലും ഈ രണ്ട് DDR5X അല്ലെങ്കിൽ 5T റാം വെച്ചിട്ടായിരിക്കും ഇറങ്ങുക. പിന്നെ അത് മാത്രമല്ല, UFS 4.1 ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ USB 3.1 ഇതിൽ സപ്പോർട്ട് ചെയ്യും. നേരത്തെ സ്നാപ്ഡ്രാഗന്റെ 8 ലൈറ്റിന് 4.3 GHz ആയിരുന്നു ഇറക്കിയിരുന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം ഒരു 50% ബെറ്റർ പെർഫോമൻസ് ആണ് ഇപ്പോൾ സ്നാപ്ഡ്രാഗൺ 8 ചിപ്സെറ്റിന് ഇറക്കാൻ പോകുന്നത്. ഇത് സത്യത്തില് എനിക്ക് തോന്നുന്നത് ഇതൊരു ഗെയിമിംഗ് ചിപ്സെറ്റ് ആണോ എന്നൊരു വരെ സംശയമുണ്ട്. കാരണം ഈവൻ ഗെയിമിംഗ് ലാപ്ടോപ്പിന് പോലും ഇത്രയും ഹൈ ലെവൽ ക്ലോക്കിംഗ് ചിപ്സെറ്റ് ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ മൊബൈൽ ഇൻഡസ്ട്രിയിൽ ഇപ്പൊ ഇത് 5.3 ആയി. ഇനി സ്നാപ്ഡ്രാഗന്റെ 8 ലൈറ്റ് 3 വരുമ്പോൾ എന്തായാലും 6.3 GHz ക്ലോക്കിംഗ് സ്പീഡിലൊക്കെ വരും എന്നുള്ള കാര്യം ഇപ്പോൾ തന്നെ ഞാൻ നിങ്ങളെ മുന്നിൽ പ്രഖ്യാപിക്കണം. ഇപ്പോൾ ഓൾറെഡി സ്നാപ്ഡ്രാഗൺ 8 ലൈറ്റ് 2ന്റെ സെക്കൻഡ് ജനറേഷൻ ചിപ്സെറ്റിന്റെ പ്രൊഡക്ഷനും കാര്യങ്ങളും ഇപ്പൊ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു. ഇനി 8 ലൈറ്റ് 3ലേക്കൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും 6.3 GHz ഒക്കെ ആയിട്ട് മാറും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് കമന്റ് ചെയ്യുക. ഓപ്പോന്റെ റെനോ 14 സീരീസ് ജൂലൈ 4 ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇന്ത്യയിലും ലോഞ്ച് ചെയ്യണമെന്നുണ്ട്. അതേപോലെ തന്നെ ചൈനയിലും അതിന്റെ ഒഫീഷ്യൽ ലോഞ്ചിങ്ങും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ആമസോൺ, ഫ്ലിപ്കാർട്ട്, പിന്നെ അങ്ങനത്തെ വെബ്സൈറ്റുകളിലൊക്കെ ഇപ്പൊ ഓൺലൈൻ സ്റ്റോറുകളിലൊക്കെ ഇതിന്റെ ലോഞ്ചിങ് നടക്കാൻ പോകുന്നുണ്ട്. ഈ ഏവന്മാരുടെ ഒരു പ്രഖ്യാപനം ഇപ്പൊ ഈ അടുത്തൊരു നടത്തിയിരുന്നു. ഇവർ വെല്ലുവിളിക്കാൻ പോകുന്നത്, ഇവരുടെ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് വെല്ലുവിളിക്കുന്നത് ഐഫോണിന്റെ 16 പ്രോ മാക്സിനെക്കാട്ട് ഏറ്റവും വലിയ ഹൈ ക്വാളിറ്റി ഉള്ള ക്യാമറ ആയിരിക്കും ഓപ്പോന്റെ റെനോ 14 സീരീസിന് ലോഞ്ച് ചെയ്യാൻ പോകുന്നെന്നാണ് പറയണത്. ആ തള്ളു കേട്ടിട്ടെ എന്റെ ബോധമടക്കം പോയി. ഈവൻ അവര് തള്ളുന്ന ലെവലുണ്ടല്ലോ, അതന്നെ വേറെ ലെവല. തള്ളുന്ന രീതി എത്ര ആൾക്കാർ ഇതിനോട് യോജിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം. റെനോന്റെ 14 സീരീസ് തള്ളുന്നത് ഐഫോൺ 16 പ്രോ മാക്സിനെ കാട്ടി കിടുക്കാച്ചി ലെവൽ സാധനമായിരിക്കും എന്നാണ് പറയണത്. 7 അയൽവക്കത്ത് കൂടെ എത്തൂല ഏത് ഈ റെനോ 14 സീരീസ്. ഐഫോണിന്റെ 16 പ്രോ മാക്സിന്റെ ക്യാമറ പെർഫോമൻസും ക്വാളിറ്റി പെർഫോമൻസും റാമിന്റെ പെർഫോമൻസും എല്ലാം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 7 അയൽവക്കത്ത് എത്താത്ത ഒരു സാധനം റെനോ 14 സീരീസ് ഐഫോണിനെ വെല്ലുവിളിക്കും. എന്താ തള്ളു, എത്താപ്പോ ഞാൻ പറയാതിരി. ഐഫോണിന്റെ 13 മോഡല് പുതിയ എഡിഷൻ ഇറങ്ങാൻ പോകുന്നത്. ഗ്രീൻ കളർ എഡിഷൻ ആണ് ഇറങ്ങാൻ പോകുന്നത്. ജൂലൈ 3 അതിന്റെ ലോഞ്ചിങ്. എന്നവർക്ക് ഇതിന്റെ മുന്നേ ഐക്യു 13 സീരീസിൽ 2-3 കളർ ഇവര് നേരത്തെ ഇറക്കിയിരുന്നു. അതിന്റെ കൂടെ ഈ ഒരു കളർ ഇറക്കായിരുന്നില്ലേ എന്നാണ് എന്റെ ഒരു അഭിപ്രായം പറയാനുള്ളത്. ഇപ്പൊ എന്തായാലും ഒരു പുതിയൊരു കളറും കൂടെ അവരുടെ ഫാമിലിയിലേക്ക് വന്നിട്ട് ഐക്യൂന്റെ 13ന്റെ ഒരു കളർ ഫാമിലിയിൽ ഒരു ഗ്രീൻ കളർ ഫാമിലിയും കൂടെ വന്നിട്ടുണ്ട് എന്നുള്ള ഒരു അപ്ഡേറ്റ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞതാണ്. NFC-ന്റെ ഒരു പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഗൈസ്. NFC 15 എന്ന് പറയുന്ന അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്.
NFC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയുക. നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് പോലത്തെ പേയ്മെന്റ്സുകൾ നമുക്ക് മെഷീനുകളിൽ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഈ ബാങ്കിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ബാങ്കുകളിലൊക്കെ ഇപ്പൊ വയർലെസ് കാർഡ് ഓപ്ഷൻസുകളൊക്കെ ഉണ്ട്. നമ്മുടെ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡൊക്കെ നമുക്ക് വയർലെസ് വെച്ചിട്ട് ചെയ്യാം. അതെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ വയർലെസിന്റെ അവിടെ ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ യൂസർ നെയിമും പാസ്വേഡും അല്ലെങ്കിൽ പിന്ന് ചോദിക്കും. അപ്പൊ പിന്നടിച്ചിട്ട് നമുക്ക് പൈസയും കാര്യങ്ങളും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പൈസ വിഡ്രോ ചെയ്യാം, അങ്ങനത്തെ ഓപ്ഷൻ. ഇനി അത് പോരാണ്ട് ഇപ്പൊ നിങ്ങൾക്ക് നോൾ കാർഡ് അടക്കം കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ഫോണിൽ RTR നോൾ കാർഡ്, ഇവിടെ എക്സാമ്പിൾ പറയണപ്പോൾ ഇവിടെ RTR നോൾ കാർഡിൽ ആപ്ലിക്കേഷൻ മുഖേന നമുക്ക് പൈസയും കാര്യങ്ങൾ റീചാർജ് ചെയ്യാം. ഇനി നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഫോണ് NFC സപ്പോർട്ട് ചെയ്യുന്ന ഫോൺ ഉണ്ടെങ്കിൽ അവിടെ മെഷീനുമ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെന്റും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി പുതിയ അപ്ഡേറ്റ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നത്തെ NFC പേയ്മെന്റിന്റെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.2 സെന്റിമീറ്റർ ആയിരുന്നു കവർ ചെയ്തിരുന്നത്. ഇപ്രാവശ്യത്തെ ഒരു മേജർ അപ്ഗ്രേഡ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പുതിയ NFC 15 ഇനി നമുക്ക് 2 സെന്റിമീറ്റർ റേഞ്ച് വരെ നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊരു വലിയൊരു മേജർ അപ്ഗ്രേഡും കൂടെയാണ് ഞാൻ നിങ്ങളെ മുന്നിൽ പറയുന്നത്. അതിന് സ്മാർട്ട് ഫോണ്, ടാബ്ലറ്റ്, വാച്ചുകളിലും ഈ NFC 15 പേയ്മെന്റിന്റെ അപ്ഗ്രേഡേഷൻ വരാൻ പോകുന്നുണ്ട്. നേരത്തെ സ്മാർട്ട് വാച്ച്, ടാബ്ലറ്റ്, സ്മാർട്ട് ഫോൺ ഒക്കെ 0.2 സെന്റിമീറ്റർ ആയിരുന്നു. ഇപ്രാവശ്യം അത് മേജർ അപ്ഗ്രേഡിലേക്ക് മാറിയിരിക്കണം. അപ്പൊ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, NFC 15, സ്മാർട്ട് വാച്ച്, ടാബ്ലറ്റ്, ലാപ്ടോപ്പ് NFC 15 അപ്ഗ്രേഡിലേക്ക് വരാൻ പോവാണ്. ഇനി അത് മാത്രമല്ല, ഇനി നമുക്ക് പാസ്പോർട്ട് അടക്കം നമുക്ക് ഇനി വലിയ വലിയ NFC മെഷീൻസിലടക്കം സപ്പോർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഭാവിയിൽ അതൊക്കെ എയർപോർട്ടിൽ വരും. ഇനി നിങ്ങളെ കയ്യില് പാസ്പോർട്ട് നിങ്ങളെ കയ്യില് പാസ്പോർട്ട് ഫിസിക്കലായിട്ട് നിങ്ങളെ കയ്യിൽ വെക്കണം. കാരണം നമ്മൾ വേറെ ഒരു രാജ്യത്ത് കയറുമ്പോൾ എൻട്രി സ്റ്റാമ്പും കാര്യങ്ങളും നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് തീർച്ചയായിട്ടും വേണം. പക്ഷെ നമുക്ക് ഗേറ്റിൽ കൂടെ ഒക്കെ കിടക്കണമെന്നുണ്ടെങ്കിൽ ഇനി നമ്മുടെ പാസ്പോർട്ട് നമ്മുടെ NFC സേവ് ചെയ്ത് വെക്കാം. നമ്മുടെ വാളറ്റിൽ സേവ് ചെയ്ത് വെച്ചിട്ട് അല്ലെങ്കിൽ സാംസങ് പേ അല്ലെങ്കിൽ ആപ്പിൾ പേയിലൊക്കെ നമുക്ക് സേവ് ചെയ്ത് വെച്ചിട്ട് മെഷീനിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഗേറ്റ് തുറക്കും. എന്നിട്ട് പിന്നെ നമ്മൾ ഫ്രീ ആയിട്ട് പോവാ, എമിഗ്രേഷനിൽ പോവാ. അവര് നമ്മുടെ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്യും. അതിനുശേഷം അവര് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാമ്പിൽ സീൽ ചെയ്യും. ഇവിടെ നമ്മൾ എക്സിറ്റ് ആയി എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ വേറെ നാട്ടിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന സീലും കാര്യങ്ങളും ഒക്കെ വരും. ഇപ്പോ ഇതൊരു ഭാവി ഫീച്ചറാണ് ഇപ്പൊ ഞാൻ നിങ്ങളെ മുന്നിൽ പറഞ്ഞത്. അപ്പൊ എത്ര ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ഒന്ന് ലൈക്ക് ചെയ്യാം. അപ്പൊ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ അത്. ഇനി ഭാവിയിൽ വരാൻ പോകുന്ന എല്ലാ ടെക്നോളജികളും ഇനി NFC കൂടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനുമായിട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. പിന്നെ NFC സ്മാർട്ട് ഫോൺസുകൾ സ്റ്റാർട്ടിങ് റേഞ്ചുകൾ പറയാം. ഇവിടുത്തെ ദുബായ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഒരു 699 ദിർഹംസിന്റെ മേലെ വരുന്ന ഫോണുകൾക്കൊക്കെ NFC പേയ്മെന്റ് ഉള്ളതാണ്. ഓപ്പോ, OnePlus, റിയൽമി, മോട്ടറോള, പിന്നെ വിവോ, പിന്നെ സാംസങ്ങിലൊക്കെ നമുക്ക് NFC പേയ്മെന്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിലോ ഒന്ന് കമന്റ് ചെയ്യാം. നത്തിങ്ങിന്റെ ഒരു പുതിയൊരു അപ്ഡേറ്റ് വരാൻ പോകുന്നത്, നത്തിങ്ങിന്റെ ഫോൺ 3 എന്ന് പറഞ്ഞ ഫോണ് ഓൾറെഡി ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇപ്രാവശ്യം അതിന്റെ ഡിസൈൻ ലീക്ഡ് ആയിട്ടുണ്ട്. അതിൽ ഒരു ഗ്ലിഫ് ലൈറ്റ് മാറ്റിയിട്ട് ഒരു ഡോട്ട് മാട്രിക്സ് ടെക്നോളജി ആണ് കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു മുന്നത്തെ വീഡിയോയിൽ. ഇപ്പൊ ഫോട്ടോ ഞാൻ ഇതിൽ കാണിച്ചു തരാം. ക്യാമറ ഡിസൈൻസും കാര്യങ്ങളും ലീക്ഡ് ആക്കിയിട്ട് ഫ്ലിപ്കാർട്ട് പോലും അതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ലീക്ഡ് ആക്കിയിട്ടുണ്ട്. സ്നാപ്ഡ്രാഗന്റെ 8s Gen 4 ചിപ്സെറ്റ്, പിന്നെ 120 ഹെർട്സിന്റെ റിഫ്രഷിംഗ് റേറ്റ്, ബാറ്ററിയുടെ കാര്യത്തിൽ ഒരു വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. 5150 mAh ബാറ്ററി. പിന്നെ ചാർജിങ്ങിന്റെ കാര്യത്തിൽ ഒരു സംശയമാണ്. ഒന്നില്ലെങ്കിൽ ഇവർ 65 വാട്ട്സിലേക്ക് കൊണ്ടുവരും, അല്ലെങ്കിൽ 120 വാട്ട്സിന്റെ ചാർജർ കൊണ്ടുവരും എന്നാണ് പറയുന്നത്. പക്ഷെ ബോക്സിന്റെ ഉള്ളിൽ എന്തായാലും ചാർജർ ഇവിടെ ഉണ്ടാവില്ല. മിഡിൽ ഈസ്റ്റ് വെർഷനിൽ ചാർജർ ഉണ്ടാവില്ല. പക്ഷെ ഇന്ത്യൻ വെർഷനിലേക്ക് വരുമ്പോൾ ചാർജർ എന്തായാലും ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് വെർഷനിൽ NFC സപ്പോർട്ട് ചെയ്യും. ഇന്ത്യൻ വെർഷനിൽ NFC സപ്പോർട്ട് ചെയ്താൽ ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം.
പിന്നെ സ്നാപ്ഡ്രാഗൺ 8s Gen 4 ചിപ്സെറ്റ് ആണ്. UFS 4.0 ഗിഗാ ഹാർട്സ്, LPDDR5X റാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡിസൈനിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഇപ്പോഴും എനിക്ക് ആ ഒരു ഡിസൈൻ സത്യത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് പരമസത്യം. എനിക്ക് ഡിസൈൻ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇത്രയും ഓവർ ഹൈപ്പായിട്ട് നിങ്ങൾ നത്തിങ് ഫോൺ 3 ഇറക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സ്നാപ്ഡ്രാഗൺ 80 ലൈറ്റിന് പകരം സ്നാപ്ഡ്രാഗൺ 8s Gen 4 വെച്ചിട്ട് ആൾക്കാരെ പറ്റിച്ചു. അതൊന്ന് ഗ്ലിഫ് ലൈറ്റ് മാറ്റിയതോ അതും വീണ്ടും വലിയൊരു ഡ്രാസ്റ്റിക് മൂവ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിന് പകരം നിങ്ങൾ ഡോട്ട് മാട്രിക്സ് ടെക്നോളജി കൊടുന്നത് മിന്നി എന്ന് വേണമെങ്കിൽ പറയാം. അറബിയിൽ പറയണമെങ്കിൽ 50-50 എന്ന് വേണമെങ്കിൽ പറയാം. പിന്നത്തെ ഒരു കാര്യം ഡിസൈനാണ്. ഇനി നത്തിങ് കാണാം, നിങ്ങൾ നത്തിങ് ഫോൺ 4 കൊണ്ടുവരുമ്പോ ഇമാതിരി ചെറ്റ പരിപാടി ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പ്രൈസ് ഭയങ്കര വില ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്രോക്സിമേറ്റ്ലി ഒരു 70 മേലെ വരും എന്നാണ് പറയണത്. എനിക്ക് തോന്നുന്നില്ല. കാരണം 30 അടിയിലടക്കം പോക്കോ F7 കൊടുക്കുന്നുണ്ടെങ്കിൽ അതും 7100 mAh ബാറ്ററി, അതായത് ഒരു പവർ ബാങ്ക് ഒക്കെ ഉള്ള ഒരു ഫോണ് മാർക്കറ്റിൽ ഇപ്പോൾ ഓൾറെഡി നടക്കുന്ന സെറ്റ് ഇവിടെ നത്തിങ് ഫോൺ 3 60-നും 70-നും കൊടുക്കാന്ന് പറയുന്നത് ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. എനിക്ക് നത്തിങ്ങരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളിത് പ്രൈസ് കുറക്കുന്നുണ്ടെങ്കിൽ ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതികളിൽ ഇതൊരു 35-40,000 ഉള്ളിലാണ് നിങ്ങൾ ഈ ഒരു ഫോൺ ഇറക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോക്കോന്റെ F7 നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും വെട്ടിക്കാവുന്ന രീതിയിൽ നിങ്ങൾക്ക് മാർക്കറ്റ് പിടിക്കാം. അതല്ല നിങ്ങൾ 60-70 റേഞ്ചിലാണ് ഫോൺ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാർക്കറ്റ് പിടിക്കാൻ പറ്റില്ല. കാരണം ബാക്കിയുള്ള കോമ്പറ്റീഷനുകളും ഈ 35-40 ഇടയിൽ ഫോണുകൾ പുതിയത് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രൈസ് റേഞ്ച് നിങ്ങൾ കൺസിഡർ ആയിട്ട് എടുക്കുക. ആരോട്? കാൾപ്പയ എണ്ണനോടെ ഞാനിത് പറഞ്ഞത്. ഹുവാവിന്റെ പ്യൂറ 80 സീരീസ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അതില് ദുബായിലും പെട്ടിട്ടുണ്ട്. ജൂലൈ 10 ദുബായിൽ അതിന്റെ ലോഞ്ചിങ് വരാൻ പോകുന്നത്. ക്യാമറ പറയാലോ, ഹുവാവി പ്യൂറ 80 സീരീസ് വേറെ ലെവലാണ്. ഈവൻ അതില് എന്താ പറയാ, ഗൂഗിൾ പ്ലേ സർവീസസ് ഇല്ലെങ്കിൽ പോലും ക്യാമറയും ബിൽഡ് ക്വാളിറ്റിന്റെ കാര്യത്തിൽ ഒരു നിസ്സംശയം വേണ്ട, വേറെ ലെവല് സാധനം. അപ്പൊ ജൂലൈ 10 ദുബായിൽ ലോഞ്ചിങ് ചെയ്യാൻ പോകുന്നുണ്ട്. ഡിസൈൻ ഉണ്ടെങ്കിൽ എക്സാക്ട്ലി പ്യൂറ 70 തന്നെ. ഡിസൈനിന്റെ കാര്യത്തിൽ ഒരു മാറ്റമൊന്നും അവർ കൊടുത്തിട്ടില്ല. ക്യാമറ ഇഞ്ച് സെൻസർ ഒന്ന് കുറച്ചുകൂടെ വലിപ്പം കൂട്ടിയിട്ടുണ്ട് എന്നാണ് കേട്ടത്. ഹോണറിന്റെ ഒരു പുതിയൊരു ടാബ്ലറ്റ് ജൂലൈ 2 ലോഞ്ച് ചെയ്യാൻ പോവാണ്. ഹോണർ പാക്ക് 3 എന്നുള്ള പേരിലാണ് ലോഞ്ച് ചെയ്യണത്. ഈ ഒരു ടാബ്ലറ്റ് ഉണ്ടല്ലോ, ഇതൊരു 6 ലെവൽ ടാബ്ലറ്റ് ആണ്. 13.3 ഇഞ്ചിന്റെ ടാബ്ലറ്റ് ആണ് വരുന്നത്. ഇത് LCD ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ടായിരിക്കും ഇറക്കാം. പിന്നെ 165 ഹേർട്സിന്റെ റിഫ്രഷിംഗ് റേറ്റ്. ഒരു ടാബ്ലറ്റ് 165 എന്നൊക്കെ പറയണത് വേറെ തന്നെ. ഇത് LTPO ആവാൻ സാധ്യതയില്ല. ഒന്നില്ലെങ്കിൽ 60 ഹേർട്സ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് അല്ലെങ്കിൽ 165 ആവാനും സാധ്യത ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് 60 ഹേർട്സിലേക്കും നമുക്ക് സപ്പോർട്ട് ചെയ്യും. അതും പോരാണ്ട് സ്ട്രെയിറ്റ് 165 ഹേർട്സിലേക്കും ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത്. ഇത് LTPO ഡിസ്പ്ലേ ആവാൻ സാധ്യതയില്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ 3.2K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടാബ്ലറ്റ് ആണ്. HDR10+ ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഡോൾബി വിഷൻ HDR10+ ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ 12500 mAh ബാറ്ററി, 13.3 ഇഞ്ചിന്റെ ഡിസ്പ്ലേ, സ്റ്റൈലസ് പെന്ന് എഴുതാം, പെന്നും വർക്ക് ചെയ്യും ഇതില്. ബാറ്ററി 12500 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. പിന്നെ മാജിക് OS 9 ഇതിൽ വരുന്ന സോഫ്റ്റ്വെയർ. പിന്നെ ആൻഡ്രോയിഡ് 15 സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരും. അല്ലെങ്കിൽ ആൻഡ്രോയിഡ് 16 സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ എന്നാണ് എന്റെ ഒരു അഭിപ്രായം. പിന്നെ പ്രോസസ്സർ 1 വർഷം പിന്നാക്ക ഉള്ള ചിപ്സെറ്റ് ആണ്. സ്നാപ്ഡ്രാഗന്റെ 8 Gen 3 ചിപ്സെറ്റ് ആണ്. ഈവൻ അത് ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള ചിപ്സെറ്റ് ആണ്. UFS 4.0 ക്ലോക്കിംഗ് സ്പീഡ്, ഒരു 3.2 GHz ക്ലോക്കിംഗ് സ്പീഡ് ഒക്കെ വരും. USB അറിയാലോ, 3.0
0 അല്ലെങ്കിൽ 3.1 ആയിരിക്കും ഇതിൽ സപ്പോർട്ട് ചെയ്യാം. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ ഒരു ടാബ്ലറ്റിന് പറയാനുള്ളത് ഐമാക്സ് എൻഹാൻസ്ഡ് ക്വാളിറ്റി ഈ ഒരു ഹോണറിന്റെ മാജിക് ബാറ്ററിനെ ലോഞ്ച് ചെയ്യാൻ പോവുക. ഇനി നിങ്ങൾക്ക് ഈ ഒരു ടാബ്ലറ്റിൽ ഐമാക്സ് ക്വാളിറ്റിയുള്ള സിനിമകൾ കാണാൻ പറ്റും. എസ്പെഷ്യലി ക്രിസ്റ്റഫർ നോളന്റെ ഇന്റർസ്റ്റെല്ലാർ, ഡാർക്ക് നൈറ്റ് സീരീസ് അങ്ങനത്തെ പടങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ വലിയ വലിയ ടിവികൾ നമ്മൾ മേടിക്കണം. ഒന്നില്ലെങ്കിൽ TCL അല്ലെങ്കിൽ ഹൈസെൻസ് പോലത്തെ ടിവികളൊക്കെ മേടിച്ചിട്ട് വേണം നമുക്ക് ആ ഒരു ക്വാളിറ്റി, നമുക്ക് പെർഫോമൻസും ക്വാളിറ്റിയും എൻഹാൻസ് പെർഫോമൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ, ആ ക്വാളിറ്റി കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കമ്പനികളിലെ ടിവികൾ മേടിക്കണം. ഇനി അതിൻ്റെ ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. അതിന് പകരം നിങ്ങൾക്ക് ഹോണർ ബാറ്ററിയിലേക്ക് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. കാരണം ആ ഫീച്ചറും ഈ ഹോണർ ബാറ്ററിയിലേക്ക് വരാൻ പോകുന്നുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. ജനറലി പ്രോസസ്സർ ഒഴിച്ച് ബാക്കി എല്ലാതും വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഈ ഒരു ഹോണർ ബാറ്ററി എനിക്ക് സത്യത്തിൽ ഇഷ്ടപ്പെട്ടു. കാശില്ലാത്തതുകൊണ്ട് സത്യം പറയാലോ എനിക്കത് മേടിക്കാൻ ഇപ്പൊ ഒരു നിർവാഹമില്ല. കാശുള്ള ആൾക്കാർ പോയിട്ട് മേടിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ലാസ്റ്റത്തെ ന്യൂസ് അപ്ഡേറ്റ് നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് ഗെയിമിംഗ് മോണിറ്ററിലേക്ക് നമുക്ക് കടന്നാലോ. TCL ഒരു പുതിയൊരു ഗെയിമിംഗ് മോണിറ്റർ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. 57 ഇഞ്ചിന്റെ അൾട്രാ വൈഡ് ഗെയിമിംഗ് മോണിറ്റർ ആണ് റിലീസ് ചെയ്യുന്നത്. 2K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഗെയിമിംഗ് മോണിറ്റർ, AMD FreeSync ഒക്കെ സപ്പോർട്ട് ചെയ്യും. 1200 പീക്ക് ബ്രൈറ്റ്നസ് ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. 2304 പിക്സൽ ഡിമ്മിങ് ഈ ഒരു ഗെയിമിംഗ് മോണിറ്ററിൽ വരാൻ പോകുന്നുണ്ട്. പിക്സൽ ഡിമ്മിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലിക്കറിങ് ഉണ്ടാവില്ല. ഗെയിമിംഗ് മോണിറ്ററിനൊന്നും ഫ്ലിക്കറിങ്ങും കാര്യങ്ങളും ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഈ ഒരു ടെക്നോളജി ആദ്യം ഇത് മൊബൈലിലാണ് ഈ ഒരു പിക്സൽ ഡിമ്മിങ് ടെക്നോളജി ഇറക്കിയത്. അതിനുശേഷം അത് TVയിലേക്ക് ലോഞ്ച് ചെയ്തു. ഇനി അത് വേണമെങ്കിൽ നിങ്ങൾക്ക് മറിച്ചിടുകയും ചെയ്യും. ഈ പിക്സൽ ഡിമ്മിങ് ടെക്നോളജി ഇനി ആദ്യം ഇത് TVയിലേക്ക് വന്നിട്ടുണ്ട്, അതിനുശേഷം മൊബൈലിലേക്ക് വന്നു. ഇപ്പൊ അതാ ഗെയിമിംഗ് മോണിറ്ററിലേക്കും ഈ ഒരു ടെക്നോളജി വരാൻ പോകുന്നുണ്ട്. വൈസ് വെർസ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇത് ഏറ്റെടുക്കാം. അത് നിങ്ങളുടെ തീരുമാനം. ഓക്കെ ഗൈസ്, അപ്പോ വൈസ് വെർസയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇപ്പൊ പിക്സൽ ഡിമ്മിങ് വരുന്നത് 2304 പിക്സൽ ഡിമ്മിങ് ആണ് വരുന്നത്. ഫ്ലിക്കറിങ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. AMD FreeSync ആവുമ്പോൾ ഈ ഗ്ലിച്ചസും കാര്യങ്ങളൊക്കെ എടുത്തു ഒഴിവാക്കിയിട്ടായിരിക്കും ഈ ഒരു ഗെയിമിംഗ് മോണിറ്ററിൽ വരാൻ പോകുന്നത്. 57 ഇഞ്ചിന്റെ അൾട്രാ വൈഡ് ഇതില്. HDMI ആണെങ്കിൽ 2 പോർട്ടുകളാണ് വരുന്നത്. 2.1ന്റെ 2 HDMI പോർട്ടും പിന്നെ ഒരു പോർട്ടും കൂടെ ഉണ്ട്. ഡിസ്പ്ലേ പോർട്ടും കൂടെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഗെയിമിംഗ് മോണിറ്ററിൽ 120 ഹെർട്സിന്റെ റിഫ്രഷിംഗ് റേറ്റും ഇതിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ HDR10+ സപ്പോർട്ട് ചെയ്യും. ഡോൾബി വിഷൻ ഒക്കെ ഇതിൽ വർക്ക് ചെയ്യും. ഇപ്പോ വേറെ ലെവല് സാധനം തന്നെ. പിന്നെ 120 ഹെർട്സ് ആണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ വേറെ ലെവൽ സാധനം. പിന്നെ ഇതിന്റെ സ്ക്രീന് വരുന്നത് ഇത് മിനി LED ആണ്, QLED അല്ല, മിനി LED. അതായത് QLED മാസ്ക് ബാപ്പാണ് ഇതിൽ വരാൻ പോകുന്നത്. വേറെ അഡാറ് ലെവൽ സാധനം. ഇത് ഗെയിമേഴ്സിന് വേണ്ടി മാത്രം ഇറക്കുന്ന ഒരു മോണിറ്ററാണ്. TCL ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് ചെയ്യുമെന്ന് ഞാൻ എന്റെ ജീവിതത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. ആ ഒരു ലെവൽ സാധനമാണ് ഇപ്പൊ ഉണ്ടാക്കിയത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് കമന്റ് ചെയ്യുക, ലൈക്കും ചെയ്യുക. അപ്പൊ ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ്, ലൈക്കും കമന്റും ഷെയർ ചെയ്യുക. അതുവരെക്കും എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ വലിയൊരു ഗുഡ് ബൈ.